ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിൾ ഒരു റെസിപ്പി ആട്ടോ, പായസത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓണൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ അഥവാ പാലട പായസം മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റെസിപ്പിയാണ്. റെസിപ്പി ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ഈ മിക്സ് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്കിത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ അത് 2 പാക്കറ്റ് പാലാണ് കേട്ടോ അതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. പിന്നെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ച് നമ്മളിതിൻ്റെ പാലട മിക്സ് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുക. അങ്ങനെയാണിത് ചെയ്തെടുക്കൽ. അപ്പം ഞാനിത് പാലൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം പാൽ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഓണസദ്യയും ഇതൊക്കെ കഴിക്കുന്ന തിരക്കിലും ഒക്കെ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ്, സദ്യേൻ്റെ കൂടെയൊക്കെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് പായസം എന്ന് പറയുന്നത്. അപ്പോൾ പായസം നമുക്ക് വേഗം പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതേപോലെ മിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ഓരോരോ പായസങ്ങളൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ ഇതിൻ്റെ മിക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പാക്കാട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇതൊരു ബ്രൗൺ കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും മറ്റേ പാലട ഉണ്ടല്ലോ, ബ്രൗൺ കളറിൽ വരുന്ന പാലട, അതേപോലെ തന്നെയാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ പാലട മിക്സ് വാങ്ങിയാൽ മതി കേട്ടോ. ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് മിക്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, കുറേ ടൈം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കാതെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. അങ്ങനെ തിളച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കുറുകിയെടുക്കണം കേട്ടോ, കുറുക്കിയെടുക്കണം. അപ്പോൾ പാലട പായസം മിക്സാണ് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് എങ്ങനെ പാലട പായസം ഉണ്ടാക്കാമെന്നുള്ള ഒരു റെസിപ്പി ഇതിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരെ 2 പാക്കറ്റ് പാലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകൾക്കനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. ഇതിപ്പോൾ ഒരു പാക്ക് നമുക്ക് ഏകദേശം 2 പാക്കറ്റ് പാലിനുള്ളതുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് സേമിയ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. എന്നിട്ട് സാവധാനം ഇതൊന്നിങ്ങനെ തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ, എന്നാലാണ് ഇതൊന്ന് കട്ടിയായി കിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ല കട്ടിയായിട്ട് കിട്ടുന്നില്ല. ഇത് നോർമൽ നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന പാകത്തിനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി പാലട ഉണ്ടാവില്ല എക്സ്ട്രാ നമ്മൾ വാങ്ങിയിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കുറച്ച് കട്ടിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് നെയ്യ് ഒന്നും ചേർക്കേണ്ട, ഇങ്ങനെ തന്നെ കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നെയ്യ് നമുക്ക് വേണമെന്നില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, കാരണം അണ്ടിപ്പരിപ്പ് മുന്തിരി അധികം എല്ലാവർക്കും
ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചേർക്കുന്നില്ല. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർക്കാം, പക്ഷേ അത് ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പായസം കുടിക്കാം. ഒരു കുറവോ ഒന്നും ഇതിൽ പിന്നെ കാണില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാട്ടോ അത് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടാണ് കേട്ടോ അത്. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടൊക്കെ വേണം ഇത് സെറ്റാക്കി എടുക്കാൻ. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ബ്രൗൺ കളറിൽ പായസം കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ ഞാനിനി വേറൊരു ബൗളിലേക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ചൂടാറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിൽ നല്ല തിക്കും അല്ല എന്നിട്ട് നല്ല ലൂസും അല്ലാത്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തിക്കായി കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഇതിലേക്ക് സേമിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഈ ലൂസിലായിട്ടാണ് കേട്ടോ കിട്ടുക. ഇതിപ്പോൾ 2 പാക്കറ്റ് പാലിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു കളർ, ഇതാ ബ്രൗൺ കളറിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.